ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ ചെങ്ങന്മാരെല്ലാവരും വിശേഷങ്ങളും എല്ലാവരും വർത്തമാനങ്ങളോ? എല്ലാവർക്കും സുഖം. ബഷീറാണ് കേട്ടോ, റിച്ചസ് കിച്ചണിൽ നിന്ന്. അപ്പം നമ്മൾ എന്നിട്ട് പരിപാടി എന്ത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കണ്ടത് നല്ല അടിപൊളി വെണ്ട മധുര പോയി പറിച്ചുകൊണ്ടുവന്ന് നല്ല ഫ്രഷ് വെണ്ട കിട്ടിയിട്ടുണ്ട്. ഈ വെണ്ട കൊണ്ട് ഒരു വെറൈറ്റി ആയ ഒരു കറി ഉണ്ടാക്കാൻ പറയുക. ഈ കറി ഉണ്ടെങ്കിൽ ചോറ് തിന്നാനൊന്നും വേറെ ഒരു സാധനവും വേണ്ട. അതേപോലെ പൊറാട്ടൻ്റെ കൂടെ കഴിക്കാൻ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വെണ്ട ഇതിനെ ഒന്ന് കട്ട് ചെയ്തിടണം, 2 പീസാക്കി എടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു 2 ഉള്ളി ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 3 തക്കാളി വലിയ പീസാക്കി അരിഞ്ഞത്, 1 കപ്പ് തേങ്ങ, കുറച്ചൊരു 4 ബദാമും അണ്ടിപ്പരിപ്പും, പിന്നെ 2 സ്പൂണ് കാശ്മീരി മുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് വലിയ ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, വെണ്ട ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളെ വെണ്ട തക്കാളിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് പൊസിഷനാണ്. നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്ത് തേങ്ങയും ചെറിയുള്ളിയും ഈ അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങകൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കുക. ഈ മസാലപ്പൊടിയും കൂടി കൂട്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. ഇപ്പം നമ്മളെ വെണ്ട തക്കാളിക്കറി ഉണ്ടാക്കാനുള്ള അരപ്പ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരപ്പ് ഇതാ മിക്സിയിലിട്ട് അരച്ച് നല്ല ഫൈനാക്കി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെണ്ടതാ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയതൊക്കെ വലിയതൊക്കെ 2 പീസാക്കി ചെറുതൊക്കെ മുഴുവനോട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. ആ കടായിൽ ഞാൻ ഒരു കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇത്രയൊന്നും വേണ്ട കേട്ടോ. പക്ഷേ എണ്ണ എപ്പോൾ ഒഴിച്ചെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈ വെണ്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ വെണ്ട എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് കൊഴുപ്പുണ്ടാകില്ല. ആ കൊഴുപ്പ് ഈ കറിക്ക് ഒരിക്കലും ബാധിക്കില്ല. വെണ്ട കൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കറിയിലൊക്കെ ഇട്ടുകയാണെങ്കിൽ ആ കൊഴുപ്പ് കിട്ടൂല. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പം നമുക്ക് ഈ വെണ്ട ഒന്ന് ഫ്രൈ ആക്കി. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെണ്ട എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആയി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് നല്ലോണം കൊണ്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുത്താലുള്ള ഗുണം തന്നെ ആ കൊഴുപ്പ് തീരെ വെണ്ടക്കറിക്ക് കിട്ടൂല. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരാൻ പോവുകയാണ്. ഇതുകൊണ്ട് ഇതേപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് മാറ്റിയിട്ട് ഈ എണ്ണയിലൊന്ന് ആയി കിട്ടട്ടെ. ഇപ്പം നമ്മളെ വെണ്ട എല്ലാം ഫ്രൈ ആക്കി എടുത്ത് ഈ ഒരു സ്റ്റൈനറിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അടിയിലൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ ഒഴിവാക്കിയതിന് ശേഷം ഈ എണ്ണയെ തന്നെ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ അരിഞ്ഞ് വെച്ച് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ മൂപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. ഉള്ളിയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതാ കണ്ടോ ചുവന്ന് വന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് നടുക്ക് കീറിയതും നമ്മൾ എടുത്ത് വെച്ച പൊടി അരിഞ്ഞ ഉള്ളിയും അതും ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്തോ ഫ്രൈ ആക്കണ്ട, ഉള്ളി ഏതായാലും വാട്ടി എടുക്കണം കേട്ടോ. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കിട്ടും. ഉള്ളി ഒന്ന് നല്ലോണം വാടി വരട്ടെ. ഇപ്പോൾ കണ്ടതാ നമ്മളെ വെണ്ടക്കറി ഉണ്ടാക്കുന്ന ഉള്ളി ഈ ഫ്രൈ ആയി വാടി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും വാടി റെഡിയായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നടക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയില്ലേ അത് മകിയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. തക്കാളി ഓവറായിട്ട് ഇതാക്കരുത്, വാട്ടരുത്. ഓവറായിട്ട് വെന്തും കഴിഞ്ഞ് ഉടഞ്ഞും പോകരുത്. ഒരു മീഡിയം സൈസിലൊന്ന് ആയി കിട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അരപ്പിയിലിട്ടിട്ട് അരപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തക്കാളി ഒരു മീഡിയം സൈസ് ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മൾ തക്കാളി ഓവാത്തിൽ ഒരു മീഡിയം സൈസ് കുക്കായിട്ടുണ്ട്. ഇനി ഉടഞ്ഞു പോകരുത്, ഇത്രയും കിട്ടിച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബദാമും തേങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി അരച്ച അരപ്പുണ്ടല്ലോ, നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് ആദ്യത്തിൽ ആണെങ്കിൽ ഇതിൻ്റെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതായത് കൂടുതൽ തീയിലിട്ടിട്ട് ഒരിക്കലും ഈ അരപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് നല്ല കട്ടിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള മിക്സിയിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവർ കട്ടിയും വേണ്ട, എങ്കിലാലും കട്ടി വേണമാനും. അതായത് ഓവർ കട്ടി വേണം, ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഇങ്ങോട്ട് എടുക്കാതൊന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതും കൂടി ഒന്ന് ഇതിലേക്ക് മിക്സി ഒന്ന് കഴുകി ഞാൻ ഇതിലേക്ക് ഒഴിക്കട്ടെ.
ഇപ്പം നമ്മളെ വെണ്ട തക്കാളിക്കറി ഇതാ റെഡി ആയിട്ടുണ്ട്. റെഡി ആയെന്ന് പറഞ്ഞാൽ കറിയിൽ അരപ്പൊക്കെ ഒഴിച്ച് പാകത്തിലുള്ള വെള്ളമൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിത് ഫ്രീ ആക്കി വെച്ചാൽ വെണ്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വെണ്ടയിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഇങ്ങോട്ട് എടുത്താൽ മതിയിട്ട്. അധികം തിളക്കരുത്. അധികം തിളച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ തേങ്ങ അരച്ച കറിയാണ്, അത് പിരിഞ്ഞൊക്കെ പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഒന്ന് തിളയ്ക്കുക, വെണ്ടയിലിട്ടൊന്ന് മിക്സ് ആക്കി ഇങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ തിള. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കടുക് കരുവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയും വേണം. അപ്പോൾ ഒന്ന് തിളച്ചും കൂടെ ഒറ്റ തിള. ഇപ്പോൾ കണ്ട നമ്മളെ വെണ്ടക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ട തേങ്ങൊക്കെ നമ്മളെ അരപ്പൊക്കെ ഒഴിച്ച് വെണ്ടൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് റെഡി ആയി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കുണ്ട്. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നല്ലതൊന്ന് ഫ്രൈ ആക്കണം. ഫ്രൈ ആക്കാൻ ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, കടുക്, ചെറിയ ജീരകം, ഈ സാധനം ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ലേശം വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി. ഇപ്പോൾ കണ്ട നമ്മൾ ചെറിയ ഉള്ളി, കറിവേപ്പില, കടുക്, ചെറിയ ജീരകം, വറ്റൽമുളക് എല്ലാം കൂടി ഫ്രൈ ആക്കി നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ താളിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വെണ്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടി അതിൽ എത്തുന്നേരാണ് നമ്മളെ കറി പരിപൂർണമായിട്ട് റെഡിയാവുക. ഇതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാതാ കണ്ടോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളയിൽ ഒഴിച്ച് ഞാൻ ഒന്ന് സ്വാധീനിച്ചിട്ട് അതിലൊഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കുക, എല്ലാം എടുത്ത് എത്തിക്കുക. ഈ താളിപ്പ് ഉറവ് ഇപ്പോൾ കണ്ടില്ലേ, കറീൻ്റെ കളറും ഡിസൈനും എല്ലാം മാറിയത്, അതേപോലെ ഇതിൻ്റെ ടേസ്റ്റും മാറിയിട്ടുണ്ട്. ഈ കറി ഉണ്ടായാൽ ചോറ് തിന്നാൻ വേറൊന്നും വേണ്ട. ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു സൈഡിലേക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി. ഇപ്പം നമ്മളെ വെണ്ടക്കറി, നാടൻ വെണ്ടക്കറിയും നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വെണ്ട ഉണ്ടാക്കുന്നേരം ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്, അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടോ അത്. അതിന് കൂടെ വെച്ച ചപ്പാത്തി, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ, ചോറിനൊക്കെ കഴിക്കണമെങ്കിൽ ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ സാധനവും വേണ്ട ചോറുന്നാണ്, ഇത് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റിച്ചൂസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്നുള്ള ഓപ്ഷനിൽ അമർത്തുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു, ശുഭനിദ്ര, ശുഭരാത്രി.